ധർമ്മസ്ഥല ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ധർമ്മസ്ഥലം എന്ന് 2-3 പറഞ്ഞു. അത് എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ് ധർമ്മസ്ഥല എന്നുള്ളത് ചിലപ്പോൾ വിട്ടുപോകും. അതിന് എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. എനിക്ക് മീതെ ആരും വളരാൻ പാടില്ല, ഞാനാണ് എല്ലാം എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. അയാൾ പറയുകയാണ്, ധർമ്മസ്ഥല എന്ന് പോലും പറയാൻ അറിയില്ല, ധർമ്മസ്ഥലം എന്ന് പറയുന്നു. മനുഷ്യൻ്റെ നാക്കല്ലേ എങ്ങനെ തെറ്റുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് പ്രേക്ഷകരോട് ഒരു മാപ്പ് ചോദിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ മനാഫുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ധർമ്മസ്ഥലം എന്ന് പറഞ്ഞത്. ധർമ്മസ്ഥലം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഞാനത് ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ധർമ്മസ്ഥല, ഇപ്പോൾ ധർമ്മസ്ഥലയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ, വമ്പ ടിസ്റ്റുകളൊക്കെ ഉണ്ടാവുകയാണ്. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം പരമശിവന്റെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ബലാത്സംഗത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കേന്ദ്രമെന്ന് പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അത് ചില ഇസ്ലാമിസ്റ്റുകൾ, ചില സുഡാപ്പികളൊക്കെ അത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഹിന്ദു ക്ഷേത്രത്തിൽ ഇങ്ങനെയാണോ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യ ആണ് പരാതിക്കാരൻ. അയാളാണ് ശുചീകരണ തൊഴിലാളി. അയാൾ പറയുകയാണ്, ഈ പറഞ്ഞതൊക്കെ വ്യാജമാണ്, താനിത് മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞതാണ്, ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് അയാൾക്ക് എവിഡൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കർണാടക സർക്കാർ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സർക്കാരിനെ അപമാനിച്ചു, ലക്ഷങ്ങൾ ചിലവഴിച്ചു, അപകീർത്തിപ്പെടുത്തി തുടങ്ങിയ കേസുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ CN ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഇയാളെ കർണാടക സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഒരു 60 ദിവസത്തേക്ക് ഇയാൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു. ആ പ്രൊട്ടക്ഷൻ ഇപ്പോൾ പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം മനാഫ് ഒരു ചാനലിലെ ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട്, ഇതിലെ ഒരു പരാതിക്കാരി സുജാത ഭട്ട് അവരുടെ മകൾ അനന്യ ഭട്ട് മരണപ്പെട്ടു, ഇങ്ങനെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ബലാത്സംഗം ചെയ്ത് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ കാണിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ സുജാത ഭട്ട് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മനാഫ് പറയണത് ഞങ്ങളുടെ അണ്ടറിലുണ്ട് എന്ന്. മനാഫ് ആരാണ്? സുജാത ഭട്ടിനെയൊക്കെ അയാളുടെ അണ്ടറിൽ വയ്ക്കാൻ ഈ മനാഫിന് ഇവിടവുമായി എന്താണ് ബന്ധം? ഈ ഭൂമാഫിയുമായി എന്തെങ്കിലും ബന്ധം മനാഫിനുണ്ടോ? ഇനി മനാഫ് ഈ സ്ഥലത്തെ കണ്ണുവച്ചിരുന്നോ? ഈ സ്ഥലം ചുളുവിന് വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ കാരണം ഈ സ്ഥലം ഒരുപാട് ഹോട്ടലുകൾക്കും ഈ ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവരതിനെ ജൈനമത ക്ഷേത്രമാണ്. അപ്പോൾ മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് പരമശിവന്റെ ക്ഷേത്രമാണ്, ജൈനമത ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രം മനാഫ് എന്തിനാണ് അവിടെ പോയതെന്ന്, മനാഫിന് അവിടെ എന്താണ് കാര്യമെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. മനാഫ് പറയുന്നു സുജാത ഭട്ട് എന്ന് പറയുന്നത് എൻ്റെ അണ്ടറിലാണ്, അവരെന്തിനാ ഇയാളെ പിടിച്ച് അണ്ടറിൽ വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം DK ശിവകുമാർ കൃത്യമായ ഒരു വിവരം അസംബ്ലിയിൽ ഒരു 3, 4, 5 ദിവസത്തിന് മുമ്പ് അദ്ദേഹം പറയുകയായി, ഈ ധർമ്മസ്ഥലത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ കേസൊന്നും എടുക്കാൻ കഴിയില്ല. ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അസംബ്ലിയിൽ പറഞ്ഞതാണ്, ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്, അതുകൊണ്ട് കേസൊന്നും എടുക്കാൻ കഴിയില്ല, കാരണം കോടതിയുടെ സംരക്ഷണത്തിലാണ് അയാൾ എന്ന് DK ശിവകുമാർ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ഒരു ചെറിയ അറസ്റ്റ് മണത്തിരുന്നു. എന്തായാലും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതൊക്കെ വ്യാജമാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ പറഞ്ഞതൊക്കെ വ്യാജമാണ്. അതിന് പിന്നാലെ ഈ സുജാത ഭട്ട് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മകളെ കാണാനില്ല എന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങി എന്നാണ് സുജാത ഭട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ല എന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ല എന്ന് പരാതി നൽകിയതെന്നും ഈ ചോദ്യം ചെയ്യലിൽ SITയുടെ ചോദ്യം ചെയ്യൽ ഹാജരായപ്പോൾ സുജാത ഭട്ട് പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അവർ ഹാജരായില്ല, സുഖമില്ലാത്തതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് SIT അറിയിച്ചിരിക്കുന്നത്. നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം മറവ് ചെയ്തെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ 13 ഇടങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇയാൾ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെയെല്ലാം അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും വെളിപ്പെടുത്തലിന് അനുസരിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ,
ഞാൻ 1994 മുതൽ 2014 വരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നയാളാണ്. കടുത്ത കുറ്റബോധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ മറവ് ചെയ്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ നൂറുകണക്കിന് മൃതദേഹം എന്നെ വേട്ടയാടുന്നു. പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവരിൽ ഒരു മൃതദേഹവുമായി ഞാനും മണ്ണിൽ മൂടപ്പെട്ടു പോയേനെ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. നേത്രാവതി നദിക്കരയിലടക്കം പലയിടങ്ങളിലായി കണ്ട മൃതദേഹം പലതും ആത്മഹത്യകളോ മുങ്ങിമരണമോ ആണെന്നാണ് ഞാൻ കരുതിയത്. പിന്നീടാണ് ഇതിൽ പലതിലും ലൈംഗിക അതിക്രമണത്തിന്റെ പാടുകളും മുറിവുകളും ഞാൻ കണ്ടത്. ഇവയൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. 2010 കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്ത് ഞാൻ കണ്ട 12 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമുണ്ട്. സ്കൂൾ യൂണിഫോമിലുള്ള എന്നാൽ അടിവസ്ത്രങ്ങളില്ലാതിരുന്ന ഒരു മൃതദേഹം. അത് കുഴിച്ചു മൂടേണ്ടി വന്ന ഓർമ്മ എന്നെ വിട്ടു പോകുന്നില്ല. 20 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയുടെ മുഖം ആസിഡ് കരിച്ച് ഡീസൽ ഒഴിച്ച് എനിക്ക് കത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് തന്നെ ധർമ്മസ്ഥലയിലെ ഉന്നതരിൽ നിന്ന് ലൈംഗിക അതിക്രമണം നേരിട്ടപ്പോഴാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ കുറ്റബോധം കൊണ്ടാണ് തിരിച്ചു വന്നത്. എനിക്ക് സംരക്ഷണം വേണം. ആ മൃതദേഹം മറവ് ചെയ്ത ഇടം മുഴുവൻ ഞാൻ കാട്ടിത്തരാം. ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ രംഗത്തെത്തിയത്. ആ സമയത്ത് വലിയ ചർച്ചകളും വലിയ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. ഒരു അമ്പലത്തിൽ ആർക്കും പോകാൻ കഴിയില്ല, അവിടെ വലിയ ദുരൂഹതകളുണ്ട്, അവിടെ മുഴുവൻ പോകുന്ന സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്യുന്ന ഒരിടമാണത്, അതുകൊണ്ട് അവിടെ നമുക്ക് പോകാൻ കഴിയില്ല, വലിയ ക്രൂരതയാണ് അവിടെ നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സംസാരങ്ങളായി ചർച്ചകളായി വിഷയങ്ങളായി ഇപ്പോൾ പറയുന്നത് കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്ന് മൊഴി പരിശോധനയിൽ പുരുഷൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത മൃതദേഹങ്ങളിൽ ഒന്ന് സ്ത്രീയുടേതാണെന്നാണ് ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. പക്ഷേ അത് പരിശോധിച്ചപ്പോൾ അത് പുരുഷൻ്റെതായി. കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കേസിലും വലിയ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ, പരാതിക്കാരൻ CN ചിന്നയ്യയുടെ കള്ളങ്ങളെല്ലാം പൊളിയുന്നു, അടിമുടി ദുരൂഹത എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇയാൾക്ക് നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം മറവ് ചെയ്തെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയ്യ വെളിപ്പെടുത്തിയത്. 1995 നേരത്തെ പറഞ്ഞതുപോലെ 2014 കാലഘട്ടത്തിൽ പീഡനത്തിനിരയായ അവരുടെ മൃതദേഹങ്ങൾ താൻ അവിടെ കുഴിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ അതിനൊക്കെയുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ പുറത്തു വന്നിട്ട് മാധ്യമങ്ങളാരും ഇത് കൊടുക്കാൻ, കാരണം ഹിന്ദുക്കളെയൊക്കെ അധിക്ഷേപിക്കാനും നാറ്റിക്കാനും ഒക്കെ ഇറങ്ങുന്ന മാധ്യമങ്ങളൊന്നും ഈ വാർത്ത ശരിയല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ അനന്യ ഭട്ട് എന്ന് പറയുന്ന, ഇപ്പോൾ സുജാത ഉപാധ്യ എന്നാണ് അവരുടെ പേര്, ഭട്ട് എന്നല്ല, സുജാത ഉപാധ്യ, അവരുടെ മകളെന്ന് പറഞ്ഞ് കാണിച്ച സ്ത്രീ കർണാടകയിൽ കുടകിലുള്ള 25 വർഷം മുമ്പ് മരിച്ചുപോയ പസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയാണ് കാണിച്ചത്. അവർക്ക് ബന്ധുക്കളില്ല, കൂടപ്പിറപ്പുകൾ ആരുമില്ല, അവരെ അന്വേഷിച്ചു വരാൻ ആരുമില്ല. അതുകൊണ്ട് അവരുടെ ഫോട്ടോ വെച്ച് കുറെ ആളുകൾ ദുരൂഹത നടത്തി കാണിച്ചു. സത്യത്തിൽ മനാഫിനെ പിടിച്ച് ചോദ്യം ചെയ്താൽ ഇതിൻ്റെ കൃത്യമായ വിവരം പുറത്തു വരിക തന്നെ ചെയ്യും. എന്താണ് ധർമ്മസ്ഥലയിൽ മനാഫിനുള്ള റോൾ എന്നാണ് ഇവിടെ ഒരു ചോദ്യം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, എന്നെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ധർമ്മസ്ഥലം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ മാധ്യമ പ്രവർത്തകനോടാണ് ഇത്തവണ ഞാൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട് ധർമ്മസ്ഥലം.